യേശുവിൽ പ്രിയപ്പെട്ടവരെ, ഈശോ അവിടുത്തെ 12 ശിഷ്യന്മാരെയും ഒത്തിരി സ്നേഹിച്ചു. അവരാരും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഒത്തിരി തീക്ഷ്ണതയോടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പാദങ്ങൾ കഴുകി ചുംബിച്ചതിന് ശേഷമാണ് അവർക്കായിട്ട് പരിശുദ്ധ കുർബാന സ്ഥാപിച്ച് ശരീരരക്തങ്ങൾ പകർന്നു കൊടുത്തത്. അവരെല്ലാവരും ഈശോയോട് ചേർന്ന് നിൽക്കേണ്ടതായിരുന്നു. പക്ഷേ യൂദാസ് അവിടുത്തെ ഒറ്റിക്കൊടുത്തു. പത്രോസ് തള്ളി പറഞ്ഞു. പക്ഷേ പത്രോസ് തിരികെ വന്നു. ഈശോയുടെ നോട്ടം കണ്ട് ഹൃദയം നൊന്ത് കരഞ്ഞ്. കാരണം പത്രോസിൻ്റെ ഹൃദയം എപ്പോഴും ഈശോയുടെ കൂടെ തന്നെയായിരുന്നു. ഒരു ബലഹീന നിമിഷത്തിൽ ഒരു തെറ്റുപറ്റി എന്ന് മാത്രം. യൂദാസിൻ്റെ ഹൃദയം പക്ഷേ നേരത്തെ മുതലേ പണത്തോട് ചേർന്നിരിക്കുകയായിരുന്നു. പിശാചും അവനെ കീഴടക്കിയപ്പോൾ യേശുവിൽ നിന്ന് അകന്നുപോയി. യേശുവിൻ്റെ ആ നോട്ടത്തിനുള്ളിൽ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും 100 ആടുകളിൽ ഒന്ന് നഷ്ടപ്പെട്ടതിനെ അന്വേഷിച്ച് കണ്ടെത്തുന്ന ഈശോയുടെ ഹൃദയം യൂദാസിനെ തേടിയെത്തിയേനെ. പക്ഷേ യൂദാസ് അകന്നുപോയി. പ്രിയപ്പെട്ടവരെ, പാപം ചെയ്യുമ്പോൾ നമ്മളും ഈശോയിൽ നിന്ന് അകലുന്നുണ്ട്. പക്ഷേ ഹൃദയം ഈശോയോട് ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടുത്തെ നോട്ടത്തിനുള്ളിലാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവിടുത്തെ പക്കലേക്ക് തിരികെ വരാനാവും. ദുർബല നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടായാലും ഹൃദയം എപ്പോഴും ഈശോയോട് ചേർന്നിരിക്കട്ടെ. പാപം ചെയ്താലും ഓടിയെത്താൻ നമുക്ക് സാധിക്കും. ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.